ഹായ്, ഐ ആം ഡോക്ടർ നികിത. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. സോ ഇന്ന് നമുക്ക് മസിൽ ക്രാംസ് എങ്ങനെ തടയാം എന്നതിനെ പറ്റി പറയാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതുപോലെ നമ്മുടെ കാലിലെ മസിൽസ് മസാജ് ചെയ്തിട്ട് കിടക്കാനായിട്ട് ട്രൈ ചെയ്യാം. വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ വ്യായാമത്തിനായിട്ട് കുറച്ച് സമയം നീക്കി വെക്കണം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നടക്കുകയെങ്കിലും ചെയ്യണം. ഈ ധാതുക്കളുടെ കുറവ് മൂലമാണ് മസിൽ ക്രാംസ് വരുന്നത് എന്ന് മനസ്സിലായാൽ അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം എന്നിവയുടെ കുറവ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഭക്ഷണത്തിൽ ക്രമീകരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കാൽഷ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് പ്രൊഡക്ട്സിൽ ഒരുപാട് കാൽഷ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇളനീര് കുടിക്കാം, നേന്ത്രപ്പഴം കഴിക്കാം. അപ്പോഴൊക്കെ ധാതുക്കളെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ കാലിന് അധികം തണുപ്പടിക്കാത്ത രീതിയിൽ വെക്കാനായിട്ട് ട്രൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഫാനിന്റെ ചോട്ടിലൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് കിടക്കാം. ഇനി AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ സോക്സ് ഉപയോഗിച്ച് രാത്രി കിടന്നാൽ മതി. പല അസുഖങ്ങളോടൊപ്പം ഇത് അക്കമ്പനി ചെയ്ത് വരുന്നുണ്ടല്ലോ. സോ ഇപ്പോൾ BP, ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോളിൽ വരുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. ലിവർ, തൈറോയിഡ്, കിഡ്നി കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അമിത വണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കണം. വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം. അതുപോലെ തന്നെ സോക്സ് ഒക്കെ അവൈലബിൾ ആണ്, അത് ധരിക്കാം. മദ്യപാനം, പുകവലിയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ മസിൽ ക്രാംസ് മാത്രമല്ല നമ്മുടെ ഹെൽത്തും ടോട്ടലി ഇംപ്രൂവ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് മസിൽ ക്രാംസിന് റിലീഫ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതിയെയും ആശ്രയിക്കാവുന്നതാണ്.